ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടിരിക്കണം. മക്കളൊക്കെ സ്കൂളിൽ പോവുകയും ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് ചോറിനുള്ള വെള്ളം കൂടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ചപ്പോൾ അതൊന്ന് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് വാഴക്കുപ്പേരിയും പിന്നെ കുമ്പളങ്ങ കറിയും ചിക്കൻ വരട്ടിയതുമാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരിയും കറിക്കുള്ള കഷ്ണം കൂടി അങ്ങനെ വേവിക്കാൻ വെച്ചെടുത്തുക്കണ്. ഇനിയിപ്പോൾ കറിക്കുള്ള തേങ്ങയും അരച്ച് വെച്ചിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 കിലോന് ചിക്കനാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ സ്ലൈസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഉള്ളിയൊക്കെ தான் ഞാൻ മുറിച്ചിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചോപ്പറിലാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇത് ബിരിയാണിക്കൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ ഈ ഒരു പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ. ഇത് ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിക്സർ ഗ്രൈൻഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റിക്ക് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വറക്കുമല്ലോ, അതുപോലെ ഉള്ളി വറുത്തിട്ടാണ് കേട്ടോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര ഉള്ളിയാണെങ്കിലും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ അതവിടെ കടന്ന് ഫ്രൈ ആവട്ടെ. ചിക്കനിലേക്ക് ഞാനൊരു 5-6 ഉണക്കമുളകും 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും 1 ടീസ്പൂൺ വലിയ ജീരകവും 1.5 ടീസ്പൂൺ കുരുമുളകും 3 ഗ്രാമ്പൂ 3 ഏലക്കായ 3 ചെറിയ കഷ്ണം പട്ട, ഇനി ഇതെല്ലാതും കൂടി നല്ലോണം വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ മുഴുവനായിട്ടും വറുത്തെടുത്തുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തുക്കണ്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് അത് ചേർത്ത് കൊടുത്തുക്കണം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലയും ഒരു 1.5 ടേബിൾ സ്പൂണ് നാരങ്ങൻ്റെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിൻ്റെ അടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിൽ അതൊന്ന് വേവിച്ചെടുക്കുക. ആ ടൈമിൽ ജസ്റ്റ് കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിടുകയാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. എന്നാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ.
ചിക്കനൊക്കെ വെന്ത് കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം അത് ഞാനൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ നല്ലോണം ഇങ്ങനെ വറ്റി വരുന്ന ടൈമിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. കുമ്പളങ്ങ കറിയും ചിക്കൻ റോസ്റ്റും അതുപോലെ വാഴക്കോപ്പേരിയും പപ്പടമൊക്കെയാണ് കേട്ടോ. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.